അമ്മയ്ക്കിതാ കാട്ടുണ്ണി കാട്ടെ കാട്ടടി തടി 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 തടി. എൻ്റെ എല്ലാ പ്രിയ സുഹൃത്തുക്കൾക്കും നമ്മുടെ ഈ കുഞ്ഞു വ്ലോഗിലോട്ട് ഹൃദയം നിറഞ്ഞ സ്വാഗതം പറയാണ്. അപ്പോൾ നമുക്ക് വ്ലോഗിക്ക് പോയാലോ? അപ്പം നല്ല കിളിമീൻ മേടിച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ. കുറേ ആയി ഇപ്പോൾ കിളിമീൻ ഉണ്ടാക്കിയിട്ടും കഴിച്ചിട്ടും ഒക്കെ. അപ്പം നമുക്ക് ഇനി ഇതൊക്കെ നേരെയാക്കണം. ഇത് മൊത്തത്തിൽ ഇപ്പം ഇന്ന് നേരെയാക്കൽ കഴിയുമോ എന്ന് പറയാൻ പറ്റില്ല, കാരണം ആശുപത്രിയിലൊക്കെ പോകണ്ടല്ലേ. ഇതിപ്പോൾ 1 കിലോ ഉണ്ട്. അപ്പോൾ അതിന് കുറച്ചെടുത്തിട്ട് നേരെയാക്കിയിട്ട് നമുക്ക് വറുക്കുക. തിന്നാൻ നല്ല സ്വാദാണെങ്കിലും നേരെക്കാൻ നല്ല പാടാണ്. കിളിമീൻ ഈ പുതിയാപ്പിളക്കോര കേട്ടോ. ഞങ്ങളുടെ നാട്ടിലൊക്കെ പുതിയാപ്പിളക്കോര എന്നാണ് പറയുക, പക്ഷെ നമ്മുടെ ചെറുപ്പശ്ശേരി ഇതിന് കിളിമീൻ എന്നാണ് പറയുക. എന്ത് മീനാണേലും ശരി, ഈ മീൻ നന്നാക്കി കഴിയുമ്പോഴത്തേക്കും എൻ്റെ കയ്യിൽ 5-6 കുത്തും മുറിയോ ഒക്കെ ആവും. അത്രയും മൂർച്ചയുള്ള ഒരു മുള്ളാണല്ലോ ഈ കുഞ്ഞു മീനിനുള്ളത്. പക്ഷെ സ്വാദിൻ്റെ കാര്യത്തിൽ ബഹുകേമനാണ്. ഞങ്ങൾക്കൊക്കെ ഒത്തിരി ഇഷ്ടമാണ്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഫോണിൻ്റെ ഗാലറിയൊക്കെ ഉണ്ടല്ലോ, ഇതൊരു ഓർമ്മച്ചെപ്പ് തന്നെയാണ് അല്ലേ. ചില കാര്യങ്ങൾ നമ്മൾ മറക്കാതിരിക്കാനും വീണ്ടും വീണ്ടും ഓർക്കാനും ഒക്കെ നമുക്ക് അത്രയും ഓർമ്മകൾ അതിലുണ്ടാവും എന്നുള്ളതാണ്. എന്നുവെച്ചാൽ ഇപ്പോൾ ഈ കാണുന്ന കോഴിക്കുട്ടി ഉണ്ടല്ലോ, നമ്മൾ മുന്നേ ഒരു 10 കോഴിക്കുട്ടീനെ മേടിച്ചില്ലായിരുന്നോ? അതിൽ 9 എണ്ണം ചത്തുപോയിട്ട് ആകെ ഉണ്ടായിരുന്നത് ഈ ഒരൊറ്റ കോഴിക്കുട്ടിയാണ്. അച്ചുസ്വാതി ഇതിനെ റോക്കി എന്നാണ് വിളിച്ചിരുന്നത്. പക്ഷേ ഈ ഒരു വീഡിയോ എഡിറ്റ് ചെയ്യുന്ന സമയത്ത് ആൾ നമ്മളുടെ അടുത്തില്ല കേട്ടോ. എന്നുവെച്ചാൽ വീഡിയോ ഷൂട്ട് ചെയ്യുമ്പോഴൊക്കെ നല്ല ഉഷാറായിട്ടുണ്ടായിരുന്ന ആളാണ്. ഇപ്പോൾ കുറച്ച് ദിവസം മുന്നേ ആയിട്ട് അത് ചത്തുപോയി. അതിനെ വല്ല ജന്തുക്കളും കടിച്ചാണോന്നൊന്നും അറിയില്ല. തൂങ്ങിയൊന്നും നിൽക്കുന്നുണ്ടായിരുന്നില്ല, പെട്ടെന്ന് അങ്ങ് ചത്തുപോയാണ്. അതിനെ കുഴിച്ചിടാൻ പോലും കിട്ടിയില്ല. അത് ചത്തു എന്ന് മനസ്സിലായപ്പോൾ ഏട്ടൻ തൽക്കാലം കൂടെ ഒന്ന് ചാരി വെച്ചു. എന്നിട്ട് അടുത്ത ട്രിപ്പ് കഴിഞ്ഞ് വന്നിട്ട് അതിനെ കുഴിച്ചിടാമെന്ന് ഓർത്തു. പക്ഷേ ഏട്ടൻ വന്നപ്പോഴത്തേക്കും അതിനെ അതിൽ കണ്ടില്ല. അതിനെന്തെങ്കിലും ജന്തുക്കൾ എടുത്ത് പോയാണോ എന്താ ഉണ്ടായെന്നുള്ളത് ഇപ്പോഴും ഞങ്ങൾക്ക് ക്ലിയർ അല്ല. മീനൊക്കെ നന്നാക്കി കഴിഞ്ഞിട്ട് വറുക്കുള്ളത് ഇതുപോലെ പനിച്ച് വെച്ചിട്ടുണ്ട്. ഇതിൻ്റെ തലയെല്ലാം എടുത്ത് കുറച്ച് മഞ്ഞപ്പൊടിയൊക്കെ ഇട്ടിട്ട് അത് നല്ല രീതിക്ക് തിളപ്പിച്ച് എടുത്ത് വെച്ചു. അത് നമ്മുടെ പിങ്കൂസിനുള്ളതിന് കേട്ടോ. അവൾക്കിപ്പോൾ അത് നമുക്ക് വൈകുന്നേരത്തും കൊടുക്കാം, ഇപ്പോൾ ഉച്ചയാകുമ്പോഴും കൊടുക്കാം. ചിലപ്പോൾ നാളത്തേക്കും ബാക്കി ഉണ്ടാവും. അപ്പോൾ ഉള്ളതിനനുസരിച്ചിട്ട് അവൾക്ക് കൊടുക്കും. അവൾക്ക് ഇതുമാതിരി നല്ല ലൂസായിട്ട് കറി പോലെയാണ് ആക്കുക. എന്ന് വെച്ചാൽ ആ മീൻ വെന്ത വെള്ളത്തിൽ ചോറ് വെച്ച ആൾ കുറേയൊക്കെ കഴിക്കും. നല്ലോണം കുറുന്നനെയായ എന്ന് വെച്ചാൽ തല മാത്രം വറ്റിച്ച മാരി എടുത്തു കഴിഞ്ഞാൽ അവൾ തല മാത്രം കഴിക്കും, ചോറൊരു ലേശം പോലും കഴിക്കില്ല. സത്യം പറഞ്ഞാൽ എനിക്ക് ഒത്തിരി സന്തോഷമുണ്ട്. ഒപ്പം തന്നെ മൊത്തത്തിൽ തലപ്രാന്തം പിടിച്ചൊരു ദിവസമാണ് കേട്ടോ. സന്തോഷമുള്ള വേറെ ഒന്നല്ല, എൻ്റെ യൂട്യൂബ് സാലറി കിട്ടുക, അത് വലിയ സന്തോഷമാണല്ലോ നമ്മൾ യൂട്യൂബിലൊരു ചാനലുള്ളവർക്ക്. സങ്കടം എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ പ്ലാനിങ് ഒന്നും നടക്കണില്ല എന്ന് ഞാൻ എപ്പോഴും ഓർക്കും. യൂട്യൂബിലത്തെ ഇൻകം വരുന്ന സമയത്ത് ഇന്നത് ചെയ്യണം എന്നത് ചെയ്യണം എന്നൊക്കെ. പക്ഷേ നമ്മുടെ കുറേയേറെ പ്രശ്നങ്ങൾ കാണിക്കൊണ്ട് നമ്മുടെ പ്ലാനിങ് ഒന്നും നടക്കാറില്ല. അപ്പോൾ അതിൻ്റേതായ ഒരു തലപ്രാന്തൊക്കെ നമുക്ക് 100,000 പ്രശ്നങ്ങളൊക്കെ ഉണ്ടല്ലോ. ആ കാരണങ്ങൾ കൊണ്ടൊക്കെയാണ്. അതൊക്കെ ഒന്നും സാരമില്ല, പോകെ റെഡിയാവും അല്ലേ. റെഡിയാവണം എന്നുള്ള പ്രാർത്ഥനയിലും ആഗ്രഹത്തിലൊക്കെ ഇങ്ങനെ മുന്നോട്ട് പോവുക. എപ്പോഴും ഇപ്പം നമ്മൾ വിചാരിച്ച മാതിരി പ്ലാൻ ചെയ്ത മാതിരി കാര്യങ്ങൾ നടക്കുകയാണെങ്കിൽ എന്നാൽ പിന്നെ നമ്മളൊക്കെ ആരാ അല്ലേ. അപ്പോൾ അതാ നമ്മുടെ മീൻ വറുത്തത്, മീൻ കറിയല്ല, നമ്മുടെ പിങ്കൂസിനുള്ള തലക്കറി മീൻ വറുത്തതൊക്കെ ആയിട്ടോ. ഇന്ന് ഞാനുണ്ടല്ലോ കൂട്ടാൻ വെക്കുന്നില്ല. അതെന്താ വെച്ചാൽ റേഷനരിയാണെന്ന് ചോറാക്കിയിട്ടുണ്ട്. അത് ശ്രദ്ധിക്കാനായിട്ട് നല്ല രീതിക്ക് നെയ്ത് ചോറ് പോലെ വെന്തിട്ടിരുന്നു. പിന്നെ എന്തിനാണ് ഞാൻ കഷ്ടപ്പെട്ടതിക്ക് കറിയൊക്കെ ഉണ്ട്. എന്തായാലും ഇത് വൈകുന്നേരത്തേക്ക് പറ്റൂല, നല്ല കട്ട എണ്ണേ. അപ്പോൾ പിന്നെ അമ്മാരി ചോറിലേക്ക് നമുക്ക് ഏറ്റവും കൂടുതൽ സ്വാദ് ഉണ്ടാവുക നല്ല കട്ട തൈര് കൂട്ടി കഴിക്കുമ്പോഴാണ്. പിന്നെ നല്ല കിളിമീൻ വറുത്തതും ഉണ്ടല്ലോ, അപ്പോൾ അതൊക്കെ ഇങ്ങോട്ട് അകത്താക്കി ഇത്തിരി വീഡിയോസൊക്കെ ഉണ്ടായിരുന്നു, അതൊക്കെ എഡിറ്റ് ചെയ്തു. അതെല്ലാം കഴിഞ്ഞ് ഉച്ചരിങ്ങത്തെ ഭാഗമാണതൊക്കെ. അപ്പോഴത്തേക്ക് എൻ്റെ കൊച്ചിൻ്റെ ആ കുപ്പായ ഇടാണ്ട് വന്നിരിക്കുക. അപ്പോൾ ഞാൻ ഉണ്ണിനെ കാണാൻ പറ്റൂല, അവിടുന്ന് നീച്ച് പോകണം എന്നൊക്കെ പറഞ്ഞപ്പോൾ പോവില്ല, എന്താ പിന്നെ കണ്ടാൽ എന്നൊക്കെ ആയി. അപ്പം എങ്ങനെയൊക്കെയോ മൂപ്പരെ സ്നേഹിച്ച് കൊഞ്ചിച്ച് അങ്ങനെ അടുക്കളയ്ക്ക് കോലായത്തേക്ക് പറഞ്ഞയച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അത് ചായയൊക്കെ ഉണ്ട്. പിന്നെ നമ്മുടെ ജിം മാസ്റ്റർക്ക് ജിമ്മിന് പോകണമല്ലോ, അതിൻ്റെ മുന്നേ ആയിട്ട് 2 കോഴിമുട്ട കൊടുക്കണം. അപ്പോൾ 3 എണ്ണം വെച്ചിട്ടുണ്ട്. ഏട്ടൻ 2 എണ്ണം കഴിക്കുമ്പോൾ അച്ചൂസിന് 1 കൊടുക്കണ്ടേ. അപ്പോൾ അതൊക്കെ അങ്ങനെ ആക്കിയിട്ടുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ചോറ് നല്ല കട്ടയെ കാരണക്കൊണ്ട് വൈകുന്നേരത്തേക്ക് വേറെ വയ്ക്കേണ്ടിയിരുന്നു. ഇങ്ങനെയൊക്കെ അബദ്ധം പറ്റുന്ന സമയത്തുണ്ടല്ലോ നമുക്ക് ആ ബാക്കി വരുന്ന ചോറും കൊണ്ട് ഒരു അടിപൊളി ഐറ്റം ഉണ്ടാക്കാം കേട്ടോ. വേറെ ഒന്നല്ല, അതിനിപ്പോൾ എന്താ പറയുക, വറ്റൽ എന്നൊക്കെ പറയും തോന്നുന്നു, എനിക്ക് ശരിക്കറിയില്ല. വേണേ നമുക്ക് ചോറ് കൊണ്ടാട്ടൊന്ന് പറയേ. അപ്പം ഞാൻ കുറച്ച് ദിവസം മുന്നേ എൻ്റെ വീട്ടിലേക്ക് പോയപ്പോൾ അവിടെ ഇത്തിരി അധികം വെള്ളച്ചോറ് വന്നു.
അപ്പോൾ അമ്മ അംഗനവാടി പോവുകയും ചെയ്തു. എനിക്ക് കുറേ അധികം ഫ്രീ സമയം കിട്ടി. ആ സമയത്ത് ഞാൻ ആ ചോറിൽ കുറച്ച് മുളക് പൊടി ഉപ്പൊക്കെ ഇട്ടിട്ട് അതവിടെ അരച്ചു. എന്നിട്ട് കുറച്ച് ജീരകം ഇട്ട് ഇളക്കിയിട്ട് വെറുതെ അതിങ്ങനെ ഒരു തുണിയിലേക്ക് ഇങ്ങനെ കയ്യും വെച്ചിട്ട് ഇങ്ങനെ ഇട്ട് കൊടുത്തു. അങ്ങനെ ഒരു മുറുക്കാക്കി കേട്ടോ. ശരിക്കും നമ്മുടെ ഈ നൂലുപുട്ടിലൊക്കെ ഉണ്ടാവില്ലേ മുറുക്കിൻ്റെ അച്ച്, അതും വെച്ചിട്ടാണെങ്കിൽ നല്ല ഷേപ്പ് കിട്ടും. പണി അന്ന് പാളിയത് എന്താ വെച്ചാൽ ഞാൻ തുണിയിലോട്ടാണിത് പീച്ചിയത്. അത് നല്ല രീതിയിൽ ഉണങ്ങി എന്നല്ലാണ്ട് തുണിയിൽ നിന്ന് അടർന്ന് പോരുന്നേ ഇല്ല. ഇത് റേഷനരി ആയിട്ടാണോ അങ്ങനെ പറ്റിയെന്ന് എനിക്കറിയില്ല കേട്ടോ. ഞാൻ വേവുള്ള അരി കൊണ്ട് അങ്ങനെ തുണിയിൽ ഉണ്ടാക്കിയപ്പോൾ ഉണങ്ങി കഴിഞ്ഞപ്പോൾ കലകലേനെ അടർത്തിയെടുക്കാൻ പറ്റിയിരുന്നു. ചെറുപ്പശ്ശേരിയിൽ ഒരു പ്രാവശ്യം ഉണ്ടാക്കിയപ്പോഴേ. പക്ഷേ വീട്ടിൽ നിന്ന് ഉണ്ടാക്കിയപ്പോൾ പണി പാളി. എന്നാലും എൻ്റെ അമ്മ പാവം എങ്ങനെയൊക്കെ ആ തുണിയിൽ നിന്ന് പറിച്ചെടുത്തതാണ് ഇപ്പം കളി കാണുന്ന നമ്മുടെ ചോറ് മുറുക്ക് കേട്ടോ. അപ്പം വീട്ടിൽ പോയപ്പോൾ അമ്മ തന്നെയാണ്. അപ്പം ഞാനതാണ് ഇപ്പോൾ വറുക്കാൻ പോണത്. ആദ്യം ജിമ്മിന് പോണ സമയത്ത് നമ്മൾ പാലൊഴിച്ച് ചായയൊക്കെ വെച്ച് കുടിച്ചാണ് കേട്ടോ. പക്ഷെ ആ സമയത്ത് ഏട്ടൻ വന്നിട്ടുണ്ടായിരുന്നില്ലേ. ഏട്ടനിപ്പോൾ ട്രിപ്പൊക്കെ കഴിഞ്ഞ് വന്നതാണ്. അപ്പോൾ പാലൊഴിച്ച് ചായ വേണ്ട, കട്ടൻ മതി എന്ന് പറഞ്ഞു. അപ്പം എന്നാൽ കട്ടൻ്റെ കൂടെ കടിക്കാൻ നല്ല ചോറ് മുറുക്ക് ആയിക്കോട്ടെ എന്ന് ഞാനും കരുതി. അങ്ങനെ നമ്മൾ ചോറ് മുറുക്ക് ഉണ്ടാക്കുകയാണ്. ഇത് അച്ചൂസ് അങ്ങനെ കഴിക്കൂല, ഞാനും ആദ്യം ഏട്ടനും കൂടിയാണ് കഴിക്കുക. ആദ്യത്തിന് നല്ല ഇഷ്ടം, ഏട്ടനൊന്നും വലിയൊരു പിടുത്തമൊന്നുമില്ല. ചോറിന് തന്നെ ഇതൊരു മുറുക്ക് പോലെ കൊണ്ടാട്ടം പോലെ നമുക്ക് കഴിക്കാൻ പറ്റും. ഇത് എത്ര കാലം വേണേലും നമുക്ക് ഡപ്പയിലാക്കിയിട്ട് ഫ്രിഡ്ജിലൊക്കെ വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് ഉപയോഗിക്കാനും പറ്റും, കേടൊന്നും വരില്ല കേട്ടോ. അപ്പം അതെല്ലാം കഴിഞ്ഞ് ഇന്ന് നേതിവെപ്പിൻ്റെ ദിവസമായിരുന്നു. അപ്പോൾ ഏട്ടൻ അങ്ങനെ തറവാട്ടിക്ക് ഇറങ്ങിയിട്ടുണ്ട്. എനിക്ക് പോകാൻ പറ്റൂല, പോകാനായിരുന്നില്ല. അപ്പം ഞാനും അച്ചൂസും വേഗം ടെറസും പുറത്തേക്ക് കയറേണ്ടായത്. ടെറസും പുറം നല്ല രീതിക്ക് വൃത്തികേടായിട്ടുണ്ട്. പിങ്കൂസിൻ്റെ പ്ലേ ഗ്രൗണ്ടാണല്ലോ നമ്മളെ ടെറസും പുറം. അപ്പോൾ അവിടെയൊക്കെ ഒന്ന് അടിച്ച് ഒരു വൃത്തിയാക്കാമെന്ന് ഓർത്തു. അപ്പം ഞാൻ അടിച്ചു വരാൻ കയറിയപ്പോഴത്തേക്കും അച്ചൂസിന് വേറെ പ്ലാനിങ്ങൾ വന്നു. കുറച്ച് നേരം എൻ്റെ കൂടെ ഷട്ടിൽ കളിക്കാൻ കൂടെ ആയി. അപ്പോൾ ഞാനായിക്കോട്ടെ, എൻ്റെ അടിച്ചു വരൽ കഴിയട്ടെ എന്നിട്ട് ആലോചിക്കാനൊക്കെ പറഞ്ഞ് നിൽക്കുകയാണ് കേട്ടോ. ഞാൻ അടിച്ചു വാരി മുഴുവിക്കണേൻ്റെ മുന്നേ ആയിട്ട് തന്നെ എൻ്റെ കൊച്ചുണ്ടാപ്രി ഷട്ടിലും ബാറ്റൊക്കെ ആയി വന്നിട്ടുണ്ട്. പുച്ചിരിങ്ങ തന്നെ പണി നിങ്ങൾ കണ്ടിട്ടുണ്ടാവില്ലേ, നമ്മൾ മുന്നേ ഒരു ഷോർട്സ് ഇട്ടത്. നമ്മുടെ സ്ഥിരം കാണുന്നവർ കണ്ടിട്ടുണ്ടാവും എന്ന് ഓർക്കണം. പൂരയ്ക്കൊക്കെ കൈ കുത്തിയാണ് ഞാൻ അടിക്കുന്നത്. എനിക്ക് നല്ല രീതിയിലൊരു ഇടുപ്പ് വേദനയൊക്കെ വരാൻ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. വിറ്റാമിൻ ഡിയുടെ ആണോ വേറെ എന്തെങ്കിലും ആണോ എന്നൊന്നും ഒരു പിടുത്തമില്ല. പിങ്കു അമ്മയ്ക്ക് താ കാട്ടുണ്ണി കാട്ടടി കാട്ട അമ്മയ്ക്ക് താ ഇവിടെ 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 തടി 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 ഇങ്ങോട്ടൊക്കെ ഉണ്ണി നീ കൊടുന്നാട്ടെ അമ്മയ്ക്ക്, ഇങ്ങോട്ട് കൊടുന്നാട്ടെ. ഇങ്ങോട്ട് പിങ്കോ താടി പെണ്ണ അങ്ങോട്ട്. താടി 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 മേലെ പാത്തിക്ക് കയറിയപ്പോൾ ഞാൻ നല്ല പുളിമാങ്ങയും കൈ പിടിച്ചിരുന്നു കേട്ടോ. അതങ്ങനെ മെഷീൻ്റെ മേലെ കയറ്റി വെച്ചാണ്. അപ്പോൾ നമ്മൾ ഷട്ടിൽ ബാറ്റ് ഒരു റൗണ്ട് കളി കഴിഞ്ഞപ്പോൾ ഞാനൊരു മാങ്ങ തിന്നേ. ഞാൻ മാങ്ങ തിന്നപ്പോൾ പിങ്കൂസ് അപ്പം തുടങ്ങി തിരക്കൂട്ടാനായിട്ട്. അപ്പോൾ അവക്കും കൊടുത്തു ഒരു നല്ല പുളിമാങ്ങ. അപ്പോൾ അതവൾ വേറെ കുറേയൊക്കെ കഴിച്ചിട്ടുണ്ടായിരുന്നു. ഇടയിൽ ഞാനൊരു ഉമ്മ കൊടുത്ത് എല്ലാവർക്കും എന്ന് പറഞ്ഞപ്പോഴാണ് നമ്മുടെ ഫോണിൻ്റെ അടുത്ത് വന്നൊന്ന് ഫോണിലെന്തോ കാട്ടിയിട്ട് പോയതിട്ടാ. പിന്നെ ടെറസും പുറത്ത് ഒന്നൊന്നര കളിയായിരുന്നു എന്ന് പറയാൻ പറ്റൂല. കാരണം ഈ ടെറസും മണ്ടയ്ക്ക് ഈ കളി അറിയാത്ത ഞങ്ങൾ രണ്ടാളും കൂടെ കളിച്ചു കഴിഞ്ഞാൽ ഷട്ടിലധികം നിലത്തായിരിക്കും. പിന്നെ അച്ചൂസ് താഴെ പോയി അത് എടുത്ത് മേലേക്ക് എറിഞ്ഞ് വീണ്ടും 2 റൗണ്ട് കളിക്കും, വീണ്ടും താഴത്തേക്ക് പോവും. ഞാൻ പറഞ്ഞാണ് താഴത്ത് കളിക്കുന്നത്. മൂപ്പർക്ക് അവിടെ തന്നെ കളിച്ചേ പറ്റുള്ളൂ. അതിൻ്റെ ഇടയിൽ ടെറസിൻ്റെ പുറത്തേക്ക് എങ്ങാനും ഷട്ടിൽ വീണ് കഴിഞ്ഞാൽ പിങ്കൂസ് അത് തരുകയും ചെയ്യില്ലേ. അമ്മ ഇത്തിരി നേരെ കളിക്കാൻ കൂടുള്ളൂ എന്നിട്ട് താഴത്തേക്ക് പോകുന്നത് ഞാൻ ഇടയ്ക്കിടയ്ക്ക് പറയുന്നുണ്ടായിരുന്നു. എന്താ വെച്ചാൽ വൈകുന്നേരത്തേക്ക് ചോറ് വയ്ക്കണം, കൂട്ടാൻ വയ്ക്കണം എന്ന് വെച്ചാകുമ്പോൾ ഫുള്ള് തട്ടുതറപ്പം പണികളാണല്ലോ നമ്മൾ ചെയ്തത്. നമ്മൾ പോസ്റ്റ് ചെയ്യുന്ന ഷോർട്സിനൊക്കെ ആണെങ്കിൽ അത്യാവശ്യം കുഴപ്പമില്ലാത്ത വ്യൂ ഒക്കെ ഉണ്ട് കേട്ടോ, നല്ല രീതിയിലുള്ള സപ്പോർട്ടുണ്ട്. പക്ഷെ വ്ളോഗിന് ഒട്ടും വ്യൂവും കാര്യങ്ങളും ഒന്നുമില്ല. അപ്പോൾ നമ്മൾ വ്ളോഗൊക്കെ മുഴുവനായിട്ട് കുത്തിയിരുന്ന് കാണുന്ന നമുക്ക് ഏറ്റവും പ്രിയപ്പെട്ട സുഹൃത്തുക്കൾക്ക് എപ്പോഴും പറയണമാതിരി ഒത്തിരി സ്നേഹത്തോടെ 1000 താങ്ക്സ് പറയുകയാണ്. നിങ്ങളുടെ കുറച്ച് പേരുടെ സപ്പോർട്ട് കൊണ്ടാണ് നമുക്ക് ഇങ്ങനെയെങ്കിലുമൊക്കെ ഇവിടെ പിടിച്ചു നിൽക്കാൻ പറ്റുന്നത്. അപ്പോൾ നമ്മുടെ കളിയെല്ലാം കഴിഞ്ഞ് പിങ്കൂസിനെ എങ്ങനെയെങ്കിലുമൊക്കെ മയക്കി കൂട്ടിലാക്കിയിട്ട് ഇനി നമ്മൾ താഴത്തേക്ക് ഇറങ്ങാൻ പോവുകയാണ് കേട്ടോ. വീണ്ടും നല്ലൊരു വ്ളോഗായിട്ട് കാണുന്നവരത്തേക്കും എല്ലാവർക്കും നല്ലൊരു ടാറ്റ ബൈ ബൈ.